الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروا ويل للمشركين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധ റമദാനിനെ കൂടെ സ്വീകരിക്കാൻ, ആ റമദാനിലെ പവിത്രമായ നോമ്പുകൾ പൂർത്തീകരിക്കാൻ അവസരം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്. ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ, ഖബറാളികളായ ആളുകൾ, അവർക്കവരുടെ ആ ഖബർ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കാൻ ഒരവസരം കൊടുത്താൽ അവരെന്തായിരിക്കും ആഗ്രഹിക്കുക എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നൗ യൗമൻ മിൻ റമദാൻ. ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാര് അവർക്ക് ആഗ്രഹിക്കാൻ ഒരു ചോയ്സ്, ഒരു ചാൻസ് കിട്ടിയാൽ അവർ ആഗ്രഹിക്കുക, റമദാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് മടക്കി കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കുമെന്നാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ അവരൊന്നുകിൽ അദാബ് അനുഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്വർഗീയമായ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് അവിടെ കഴിയുക. ഖബറിൽ എത്തുമ്പോഴാണ് മനുഷ്യന് മനസ്സിലാവുക നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഹയാത്തിലുള്ള ആളുകളാണ്, ജീവിച്ചിരിക്കുന്ന ആളുകളാണ്, ഒരുപക്ഷെ നാളെ ഖബറിൽ കിടക്കേണ്ട ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച ഈ സന്ദർഭത്തെ, ഈ പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ
വിശ്വാസികളായ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി എൻ്റെ സഹോദരങ്ങളെ സഹോദരികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മാസമാണ് എന്നെല്ലാവർക്കും അറിയാം. ധാരാളം പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു പവിത്രമായ മാസമാണ് റമദാൻ. എന്നാൽ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴാണ് സ്വീകരിക്കുക? ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാൻ അയാൾ എന്തെല്ലാം ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ്. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്നാൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ, വളരെ സുദീർഘമായ ഒരു ഹദീത്താണ്, ഹദീത്തിൻ്റെ പൂർണ്ണമായ ഭാഗം പറയാതെ അതിൻ്റെ ആശയം ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു നല്ലവനാണ്. അല്ലാഹു നല്ലതല്ലാത്ത ഒന്നും നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുഅ്മിനുകളായ ആളുകളോടും അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരോടും അല്ലാഹു കൽപ്പിച്ച കാര്യം അതാണ്. നല്ലത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. അല്ലാഹു നല്ലവനാണ്. അതുകൊണ്ട് നല്ലത് ഭക്ഷിക്കണം, നല്ലത് നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ, നല്ലതിൽ നിങ്ങൾ ചെലവാക്കണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സുമ്മ ദഖറ റജുൽ. പിന്നീട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. ആ മനുഷ്യന്റെ പ്രത്യേകത യുതീലു സഫർ, സുദീർഘമായി യാത്ര ചെയ്തയാളാണ്. അശ്ഗത അഗ്ബറ യമുദ്ദു യദൈഹി ഇല സമാ. അദ്ദേഹത്തിന്റെ മുടിയെല്ലാം ജട കുത്തിയിട്ടുണ്ട്. യാത്രയുടെ അടയാളങ്ങൾ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിലും മുടിയിലുമുണ്ട്. ആ മനുഷ്യൻ ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ്. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അയാൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് യാത്രക്കാരനാവുക എന്നുള്ളത്. യാത്രക്കാരനായ ഒരു മനുഷ്യൻ, അയാളുടെ ആ യാത്രയുടെ എല്ലാ അടയാളങ്ങളും ഈ ഹദീസിലുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, അയാൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്, അള്ളാഹുവേ അള്ളാഹുവേ എന്ന് വിളിച്ച് അയാൾ ദുആ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, മത്അമഹു ഹറാമുൻ വമൽബസഹു ഹറാമുൻ വമശ്റബഹു ഹറാമുൻ വഗുദിയ ബിൽ ഹറാം. അയാളുടെ ഭക്ഷണം, അതേപോലെ അയാളുടെ പാനീയം, അയാളുടെ വസ്ത്രം, ഇതെല്ലാം ഹറാമാണ്. ഇതെല്ലാം നിഷിദ്ധമായത് കൊണ്ടുണ്ടാക്കിയതാണ്. ഹറാമിനാൽ പൊതിയപ്പെട്ടവനാണ് അയാൾ. പിന്നെ എങ്ങനെയാണ് അയാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച തന്നെ ഈ ഹദീസ് ഞാൻ ഉദ്ധരിക്കാൻ കാരണം, ഈ പള്ളിയിലിരിക്കുന്ന നമ്മളെല്ലാവരും ഒരുപക്ഷെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ധാരാളം പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാനുള്ള ആളുകളാണ് നമ്മൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? വരാൻ പോകുന്ന 28 ദിവസങ്ങൾ അല്ലെങ്കിൽ 29 ദിവസങ്ങൾ, ഇന്നടക്കമുള്ള മുഴുവൻ ദിവസങ്ങളിലും നമ്മൾ നിരന്തരം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോൾ ആ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സമ്പത്ത് ശുദ്ധമാകണമെന്നുള്ളത്. ഇവിടെ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ മത്അമഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ് എന്നാണ്. അതിനർത്ഥം എന്താണ്? അള്ളാഹു നിഷിദ്ധമാക്കിയ പന്നിമാംസവും അതേപോലെ തന്നെ കള്ളും കുടിക്കുന്ന മനുഷ്യനാണ് അയാൾ എന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല. അയാളുടെ വസ്ത്രം ഹറാമാണ് എന്ന് പറഞ്ഞാൽ അയാൾ സ്വർണം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു എന്നാണ് അർത്ഥം? അല്ല. മറിച്ച് അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, അയാൾ കുടിക്കുന്ന വെള്ളത്തിൽ, അയാൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, അയാൾ ഉണ്ടാക്കിയ വീടിൽ, അതിലെല്ലാം ഹറാമുകൾ ഉണ്ട് എന്നാണ്. ഹറാമായ സമ്പത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമുണ്ടാകാൻ പാടില്ല. നമ്മുടെ സമ്പത്ത് പരിശുദ്ധമാകണം. നമ്മുടെ കയ്യിലുള്ളത് കോടിക്കണക്കിന് രൂപയാകട്ടെ, ഒന്നുമില്ലാത്ത 1000 രൂപയാകട്ടെ, രണ്ടും എന്താകണം? ശുദ്ധമായ അവസ്ഥ ഉണ്ടാകണം. ആ സമ്പത്തിൽ അശുദ്ധിയില്ല എന്ന് ഉറപ്പുവരുത്തണം. എങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് ശുദ്ധമാവുക? ഒരാളുടെ കയ്യിൽ സമ്പത്തുണ്ട്, പല രീതിയിൽ അയാൾക്ക് ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് അയാൾക്ക് വരും. അയാൾക്ക് കച്ചവടമുണ്ട്, അയാൾക്ക് ജോലിയുണ്ട്, അയാൾക്ക് മറ്റു പല അനുവദനീയമായ പല ഏർപ്പാടുകളുമുണ്ട്. അതിലൂടെ അയാൾക്ക് സമ്പത്ത് ലഭിക്കുന്നുണ്ട്.
ആ സമ്പത്ത് തന്നെ ശുദ്ധമാകണമെങ്കിൽ അവിടെ ഒരു ഷർത്തുണ്ട്. ആ ഷർത്ത് എന്താണ്? അത് ഇസ്ലാമിലെ നിർബന്ധമായ സക്കാത്താണ്. സക്കാത്ത് കൊടുക്കാതെ ഒരാളുടെ സമ്പത്ത് ശുദ്ധമാകില്ല. അടിവരടണം. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾ, അയാൾ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കാതെ അയാളുടെ സമ്പത്ത് ശുദ്ധമാകൂല. അയാളുടെ സമ്പത്ത് എന്തായിരിക്കും? ഹറാമാണ്. അത് മലിനമായ സമ്പത്താണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് കൃത്യമായി അനുഷ്ഠിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നിസ്കരിക്കുന്ന ആൾക്കാരാണ്. നോമ്പ് വന്നപ്പോൾ നോമ്പിനെ സ്വീകരിച്ച ആൾക്കാരാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ ഇസ്ലാമിൽ ഒരു തർത്തീബുണ്ട്, ക്രമമുണ്ട്. ആ ക്രമം തെറ്റിയ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ല. എന്താ ഇസ്ലാമിന്റെ ക്രമം? വിശ്വാസം ഉണ്ടാകണം. ആദ്യം അല്ലാഹുവിൽ വിശ്വസിക്കണം, എന്നിട്ടാണ് അവൻ നമസ്കരിക്കേണ്ടത്, എന്നിട്ടാണ് അവൻ സക്കാത്ത് കൊടുക്കേണ്ടത്, എന്നിട്ടാണ് അവൻ നോമ്പ് തോൽക്കേണ്ടത്, എന്നിട്ടാണ് അവൻ ഹജ്ജ് ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ തർത്തീബ് എന്ന് പറഞ്ഞാൽ, ക്രമം എന്ന് പറഞ്ഞാൽ. ഈ ക്രമത്തിലെ സക്കാത്തിനെയും നോമ്പിനെയും പണ്ഡിതന്മാർ മൂന്നാമതും നാലാമതും ഒക്കെ ആയി മാറി എണ്ണിയിട്ടുണ്ട്. എന്തായാലും ഈ ക്രമം നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഇതിനെ ഈ തർത്തീബ് അനുസരിച്ചുകൊണ്ട് ആരാധനകൾ ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുന്ന, നമസ്കരിക്കുന്ന നമ്മുടെയൊക്കെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് നിങ്ങൾ കൊടുക്കുകയും വേണം, നൽകുകയും വേണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് എല്ലാ മനുഷ്യന്മാരുടെ മേലും നിർബന്ധമായ ബാധ്യതയാണോ? സക്കാത്ത് കൊടുക്കേണ്ട ആളുകളുണ്ട്, സക്കാത്ത് നിർബന്ധമായി കൊടുക്കേണ്ട ആളുകളുണ്ട്. അതാരാണ് എന്ന് നമുക്ക് വിശദീകരിക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധകനായി നിയോഗിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറയുന്നുണ്ട്, യാ മുആദ്, നീ ആ നാട്ടിൽ ചെന്ന് ആദ്യം അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്ക് നീ അവരെ വിളിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നീ അവരോട് പറയണം. ഫഇൻഹും അതാഉ, ആ പറയുന്ന കാര്യങ്ങൾ അവർ അനുസരിച്ചാൽ, അതിനെ അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരെ നീ പഠിപ്പിക്കണം നിർബന്ധമായ നമസ്കാരത്തെക്കുറിച്ച്, 5 നേരത്തെ നിർബന്ധ നമസ്കാരത്തെക്കുറിച്ച്. ഫഇൻഹും അതാഉ, അവരതും അനുസരിച്ചാൽ ഫഅലിമുഹും അന്നല്ലാഹ ഇഫ്തറള അലൈഹിം സദഖതൻ ഫി അംവാലിഹിം, പിന്നെ നീ അവരോട് പറയണം ഇസ്ലാമിലെ നിർബന്ധമായ സക്കാത്തിനെ കുറിച്ച്. ഇവിടെ സ്വതക്ക എന്ന് പ്രയോഗിച്ച് സക്കാത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ സക്കാത്ത് നിർബന്ധമാണ്. ഒരാൾ മുസ്ലിം ആയാൽ, നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് സക്കാത്ത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വർദ്ധനവ് അല്ലെങ്കിൽ ശുദ്ധീകരണം എന്നൊക്കെയാണ്. സക്കാത്ത് എന്ന പദം മലയാളത്തിലേക്ക് അതിനെ മൊഴി മാറ്റിയാൽ ആ 2 അർത്ഥങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടവരാണോ എന്ന് ആദ്യം പരിശോധിക്കാം. സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ട ആൾക്കാരാണോ? ആണ് എങ്കിൽ നമ്മുടെ സമ്പത്ത് ശുദ്ധമാകണമെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. ആർക്കാ കൊടുക്കേണ്ടത്? വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 60-ാമത്തെ ആയത്തിൽ സക്കാത്തിന് അവകാശികളായ 8 വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹ എന്ന് തുടങ്ങി അതിലെ ഓരോ ആളുകളെയും അല്ലാഹു എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ ആ 8 വിഭാഗം ആളുകൾ, ദരിദ്രന്മാരായ ആളുകൾ അതിലുണ്ട്, അഗതികളായ ആളുകളുണ്ട്, അതേപോലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതിൻ്റെ ജോലിക്കാരുണ്ട്. അവിടുന്ന് ഒരു പോയിന്റ് പ്രത്യേകം പഠിച്ചെടുക്കണം. സക്കാത്ത് വ്യക്തികൾ കൊടുക്കേണ്ടതല്ല. എൻ്റെ സക്കാത്ത് ഞാൻ വേറൊരാൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതല്ല ഇസ്ലാം പറഞ്ഞ രീതി. ഇസ്ലാം പഠിപ്പിച്ച രീതി, സക്കാത്തിനൊരു ഒരു കമ്മിറ്റി ഉണ്ടാകണം. നബിയുടെ കാലഘട്ടത്തിൽ ബൈത്തുൽ മാലുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പള്ളി ഇത് നമ്മുടെ ഒരു കേന്ദ്രമാണ്. നമ്മളെല്ലാവരും വരുന്ന, നമ്മളെല്ലാവരും നമസ്കരിക്കുന്ന നമ്മുടെ ഒരു കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത്. ഈ പള്ളിയിൽ സക്കാത്ത് ശേഖരിക്കുന്ന സംവിധാനമുണ്ട്. ഇവിടെ അതിനൊരു കമ്മിറ്റിയുണ്ട്. അർഹരായ ആളുകൾക്ക് കൃത്യമായി അവർ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ കൃത്യമായി ഇടപെടാൻ, അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഉറപ്പ് പറയാൻ സാധിക്കും. ഇവിടെ വളരെ സുതാര്യമായി, വളരെ ഏറ്റവും നല്ല രീതിയിൽ ആ സക്കാത്തിന്റെ അതിന്റെ സ്വീകരണവും അത് കൊടുക്കുന്ന രീതിയും ഒക്കെ ഭംഗിയായി നടക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ പള്ളി. അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ സക്കാത്ത് എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. ആർക്കാ കൊടുക്കേണ്ടത്? ആരാണോ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ആരാണോ അവരെ നമ്മൾ അത് ഏൽപ്പിക്കുക. നമ്മളൊരു വ്യക്തിക്ക് സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മോട് വിധേയത്വം ഉണ്ടാകും. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഒരു കാരണവശാലും ഒരു വ്യക്തി അയാളുടെ സക്കാത്ത് അയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പാവത്തിന് കൊടുക്കാൻ പാടില്ല എന്നല്ല. അത് നമ്മുടെ സാഹചര്യം നോക്കി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും മനസ്സിലാക്കിയും ചെയ്യുക. സക്കാത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദരിദ്രന്മാരെ ഇല്ലാതെയാക്കുക എന്നുള്ളത്, അല്ലാതെ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്ന, നമ്മളെ ആദരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടാക്കുക എന്നുള്ളതല്ല സക്കാത്തിന്റെ ലക്ഷ്യം.
നമ്മൾ സ്വകാര്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കർമ്മമാണ് സക്കാത്ത് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ രീതിയിൽ അത് ആരാണോ സ്വീകരിക്കുന്നത് അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക, അവരത് കൃത്യമായി വിനിയോഗിക്കും, അതൊരു അമാനത്താണ് എന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ നോക്കൂ നിങ്ങൾ, സക്കാത്തിനി ആരാണ് കൊടുക്കേണ്ടത്? ഈ പള്ളിയിലിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാരാണോ? ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നത് ഒരു ഹിജ്റ വർഷത്തിലേക്ക് തൻ്റെ കൈവശം ബേസിക് ബാലൻസായി ഒരാളുടെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു അടിസ്ഥാന ബാലൻസായി 595 ഗ്രാം വെള്ളിക്ക് സമാനമായ കറൻസി ഉണ്ട് എങ്കിൽ ആ 595 ഗ്രാം അതിന് തുല്യമായ കറൻസി ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അയാൾ സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിന്റെ സക്കാത്ത് വേറെ ഉണ്ട്, സ്വർണത്തിന്റെ സക്കാത്ത് വേറെ ഉണ്ട്, അതേപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്ഥാപനം, അതൊക്കെ ഓരോന്ന് പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പള്ളിയിൽ തന്നെ വളരെ വിശാലമായ ഒരു ക്ലാസ് ആ വിഷയത്തിൽ നടന്നു കഴിഞ്ഞതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ സംഖ്യ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ബാക്കിയുണ്ടോ? നമ്മൾ സക്കാത്ത് കൊടുക്കണം. അത് ഏകദേശം ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ഒരു 30,000 രൂപയുടെ സമീപത്ത്, അല്ലെങ്കിൽ 25,000-ന്റെയും 30,000 രൂപയുടെയും ഇടയിലുള്ള ഒരു സംഖ്യ ഒരു വർഷം നമ്മുടെ ചെലവ് കഴിഞ്ഞ്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, അങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 2.5% എന്ത് ചെയ്യണം? നമ്മൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിസാബത്തുക എന്ന് പറയും. നിസാബ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ നിസാബ്, അതിന്റെ ഹൗല് പൂർത്തിയാകുക എന്ന് പറയും. ഒരു വർഷം എന്ത് ചെയ്യണം? പൂർത്തിയാകണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ നിസാബ് 595 ഗ്രാം വെള്ളി അതിന് തുല്യമായി, അതാണ് നിസാബ് എന്ന് പറഞ്ഞാൽ. ആ 2 ഷർത്തുകൾ എത്തിയാൽ എന്ത് ചെയ്യണം? ഒരാൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അത് കൊടുക്കാതെ നമ്മൾ കുറ്റക്കാരാണ്. നോക്കൂ, നിങ്ങളുടെ ചെറിയ സംഖ്യ 1,00,000 രൂപ ഒരു വർഷം ബാക്കിയുള്ള ഒരാൾ 2,500 റുപ്യ സക്കാത്ത് കൊടുത്താൽ മതി. 2,500 രൂപ എങ്കിൽ അയാളുടെ ബാക്കി 97,500 രൂപ പരിശുദ്ധമാകുള്ളൂ. നോക്കൂ നിങ്ങൾ, നമ്മളിൽ പല ആളുകളും ഈ 1,00,000 നമുക്ക് കിട്ടിയതിന് അള്ളാന്റെ ഖദർ, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്. അതുപോലും കൊടുക്കാതെ, അതുപോലും കൂട്ടാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിൽ ഒരു നല്ല പഠനം നടത്തി അറിയുന്ന ആളുകളോട് ചോദിച്ച്, ഞാൻ എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച സമ്പത്തിൽ നിന്ന് കൃത്യമായ വിഹിതം, 1 ഉറുപ്യ ഏറെ കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന്റെ കൃത്യമായ കണക്കനുസരിച്ച് അർഹരായ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിന് ചുമതലപ്പെടുത്തിയ ആളുകളെ ഏൽപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഒരൊറ്റ വാചകം പറഞ്ഞു, ഞാൻ ഓതി വെച്ച ആയത്ത് എന്തറിയും? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നൽകാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞു, അവർ മുശ്രിക്കുകളുടെ സ്വഭാവമുള്ളവരാണെന്ന്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ് ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറുഹു വവൈലുൽ ലിൽ മുശ്രിക്കീൻ. എന്താ അല്ലാഹു പറയുന്നത്? ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോട് അല്ലാഹു പറയാം, നബിയെ നിങ്ങൾ പറയണം, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു, പിന്നെ നിങ്ങളുടെ ദൈവം ഏക ദൈവമാകുന്നു എന്ന് എനിക്ക് ബോധന നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിലേക്ക് പിന്നെ വേഗത്തിൽ അള്ളാഹുവിലേക്ക് ചെല്ലുകയും ആ ദീനിൽ നേരായ മാർഗത്തിൽ നിലകൊള്ളുകയും പാപമോചനം തേടുകയും ചെയ്യുവീൻ എന്നൊക്കെ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ കൽപ്പിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ബഹുദൈവ വിശ്വാസികൾക്കാകുന്നു നാശം, വവൈലുൽ മുശ്രിക്കീൻ, അപ്പോൾ ബഹുദൈവ വിശ്വാസികൾക്കാണ് നാശം. എന്താണ് അവരുടെ പ്രശ്നം? അല്ലദീന ലാ യുഅ്തൂന സക്കാ, അവർ സക്കാത്ത് കൊടുക്കൂല എന്നാ. അവർ സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരാണ്. നഊദു ബില്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കാത്തവരാണ് എങ്കിൽ അത് ആരുടെ കാറ്റഗറിയിലാണ്? ബഹുദൈവ വിശ്വാസികളുടെ കാറ്റഗറിയിലേക്ക് ആ പ്രവൃത്തി മാറുകയാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ബഹുദൈവ വിശ്വാസികളുടെ സ്വഭാവമാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ കരുണ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 56-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗം ലഭിക്കാനുള്ള കാരണമാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ, അവരുടെ കൂടെ ഒരുമിക്കാൻ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പിന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് എത്രയോ സക്കാത്തിന്റെ മഹത്വങ്ങൾ ഏറെയാണ്. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ വലിയ ശിക്ഷ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയിരുന്നു. നബി പറഞ്ഞത്, പിന്നെ ഒരു സമൂഹം അവരുടെ സമ്പത്തിന്റെ സക്കാത്ത് അവർ നൽകാതിരിക്കുന്നില്ല, അവർ കൊടുക്കുന്നില്ല, ആകാശ ലോകത്തുനിന്നുള്ള മഴ അവർക്ക് തടയപ്പെടുമെന്നാണ്. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അദാബുകൾ വരും.
വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കുക എന്നുള്ള നിർബന്ധമായ ബാധ്യതയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ, നമ്മുടെ സമ്പത്ത് ശുദ്ധമാകാൻ, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നവരാകാൻ എത്രയാണോ കൊടുക്കാനുള്ളത് അത് നമ്മൾ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആഭരണത്തിന്റെ സക്കാത്ത് അതവർ പഠിച്ചു കൊടുക്കണം. ഇന്ന് സ്വർണത്തിന്റെ വിലയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 10.5 പവൻ സ്വർണം ഒരു സ്ത്രീയുടെ കൈവശമുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ സക്കാത്ത് കൊടുക്കണം. 10.5 പവൻ ഉണ്ട് എങ്കിൽ അവർ സക്കാത്ത്. 10.5 പവന്റെ മുകളിൽ 10.5 പവൻ പ്ലസ് അത് മുതൽ എത്ര സ്വർണ്ണം ഉണ്ടോ അത് മൊത്തം കണക്കാക്കി അതിന്റെ 2.5% എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കും. ചില ആൾക്കാർ പറയും ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്തിൽ അങ്ങനെ ഷർത്തൊന്നുമില്ല. ഉപയോഗിക്കുന്നതിന് എന്നുള്ളതല്ല, 10.5 പവൻ ഉണ്ടോ അതിനെന്ത് ചെയ്യണം? അവർ സക്കാത്ത് കൊടുത്തിരിക്കണം. അതാണ് ശരിയായ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരികള് കൃത്യമായി അവരുടെ സക്കാത്ത് കണക്ക് കൂട്ടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്ന സഹോദരികളോട് പ്രവാചകൻ ഗൗരവമായ താക്കീതുകൾ നൽകിയത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. സക്കാത്ത് കൊടുത്തതാണോ, നിങ്ങളുടെ കൈകളിൽ ധരിച്ച വളയത്തിന് സ്വർണ്ണ വളക്ക് സക്കാത്ത് നൽകിയതാണോ എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബ വനിതകളോട് ചോദിച്ചത് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരികളെ സക്കാത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകണം. സക്കാത്ത് കൊടുക്കുന്നവരാകണം. ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ സംഖ്യ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള സമ്പത്ത് ശുദ്ധമാവുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ സക്കാത്തിനെ സമീപിക്കുക. സക്കാത്ത് കൊടുക്കാൻ, അത് സ്വീകരിക്കാനുള്ള സംവിധാനം നമ്മുടെ പള്ളിയിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിലെ നിർബന്ധമായ സക്കാത്തിനെ കുറിച്ചാണ് ഒന്നാമത്തെ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. വളരെ വിശാലമായ, ഏറെ സംശയങ്ങൾ ചോദിക്കാനിടയുള്ള ഒരു വിഷയമാണത്. പക്ഷെ ഒരു ഖുതുബയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഇത്രയാണ് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുക. കൂടുതൽ പഠിക്കാൻ നമ്മുടെ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളും പുസ്തകങ്ങളും ഒക്കെ ഉപയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സക്കാത്തിനെ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, സ്വതക്ക നൽകുക എന്നുള്ളത്. സ്വതക്ക നിർബന്ധമായ കാര്യമല്ല. അതൊരാൾ അയാളുടെ സ്വന്തം മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് നൽകുന്ന ദാനത്തിനാണ് സ്വതക്ക അല്ലെങ്കിൽ ഐച്ഛിക ദാനം എന്ന് പറയുന്നത്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ പറയുമ്പോൾ വിശദീകരിച്ചതാണ്. ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കി അത് എടുത്തു വെക്കുകയോ ചെയ്യാതെ ഒരു മധ്യമമായ നിലപാട് സ്വീകരിക്കുന്ന, അർഹരായ ആളുകൾക്ക് കൊടുക്കുന്ന, ആവശ്യക്കാർക്ക് തൻ്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ നല്ല അടിമകളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കുണ്ടാകേണ്ട ഒരു ഗുണമാണ് അള്ളാഹു നൽകിയ നമ്മുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായൊരു ദാനുണ്ട്. അത് സക്കാത്താണ്, അത് നിർബന്ധമാണ്. എന്നാൽ അതിൻ്റെ പുറമെ ആ സമ്പത്തിൽ സക്കാത്ത് കൊടുത്തു ബാക്കിയുള്ള സമ്പത്തിൽ എന്ത് ചെയ്യുക? പാവപ്പെട്ട ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് സ്വതക്ക നൽകുക എന്നുള്ള ഏറെ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്, സ്വന്തം ധനത്തേക്കാൾ അനന്തരാവകാശികളുടെ ധനത്തെ ഇഷ്ടപ്പെടുന്നവരായി ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? നിങ്ങളുടെ സമ്പത്തിനേക്കാൾ അനന്തരാവകാശികളുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവരായി ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് പ്രവാചകന്റെ ചോദ്യം. അയ്യുക്കും മാലു വാരിഥിഹി അഹബ്ബു ഇലൈഹി മിൻ വാലിഹി. ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാകില്ല. മാ മിന്നാ അഹദുൻ ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി. എങ്ങനെയാണ് നബിയെ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ അനന്തരാവകാശികളുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുക? അപ്പൊ എല്ലാവരും അവനവന്റെ സമ്പത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ആ സ്വഹാബികൾ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ ലഹു മാ ഖദ്ദമ. നിങ്ങളുടെ സമ്പത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെലവഴിച്ചതാണ്. കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ള ആള് ഇന്ന് മരിച്ചാൽ അയാളുടെ അനന്തര സ്വത്താണ്, അത് അയാളുടെ സ്വത്തല്ല. മരണം സംഭവിച്ച ആ സ്പോട്ട് മുതൽ, ആ നിമിഷം മുതൽ എന്തൊക്കെ ഉണ്ടാക്കിയാലും എത്രയുണ്ടാക്കിയാലും അതൊക്കെ അനന്തരാവകാശികൾക്കുള്ളതാണ്. അതൊക്കെ പിറകിൽ വരുന്ന മനുഷ്യന്മാർക്കുള്ളതാണ്. ഇല്ലെങ്കിലോ, മക്കളില്ല എങ്കിലോ അതതിൻ്റെ വേറെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് പോകും. അപ്പം നമ്മുടേതായിട്ടുള്ള സമ്പത്ത് എന്താ? നമ്മൾ ചെലവാക്കിയതാണ്.
നമ്മൾ മാറ്റിവെച്ച്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മനോഹരമായ ഈ പള്ളി നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആദ്യമായിട്ടാണ് റമദാനിലേക്ക് പ്രവേശിക്കുക. ഈ പള്ളിയുടെ പിന്നിൽ എത്രയോ ആളുകളുടെ സമ്പത്തുണ്ട്. അവരുടെ സ്വതക്കയാണത്, അവരുടെ സ്വതക്കയാണ്. അവർ മരണപ്പെട്ടാൽ അവരുടെ ഖബറിലേക്ക് ഈ പള്ളി ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ചില ആളുകൾ മരണപ്പെട്ടു. അല്ലാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ നന്മകൾ നേടിയ ആളുകളാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞു, ഫഇന്നമാ ലഹു മാ ഖദ്ദമ. എന്താണ് നമ്മൾ ചെലവാക്കിയത് അതാണ് നമ്മുടെ സമ്പത്ത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ റമദാനിൽ എന്ത് ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഐച്ഛികമായ ദാനം കഴിവിന്റെ പരമാവധി ചെയ്യുന്ന ആളുകളാകണം, അർഹരായ ആളുകൾക്ക്. അതേപോലെ തന്നെ ഇത് എത്തണമെന്ന്, ഇത് ലഭിക്കണമെന്ന് നമുക്ക് നമ്മുടെ മനസ്സ് പറയുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ടാകും. അവർക്ക് നമ്മൾ എത്തിക്കണം. മഹാനായ റസൂലുള്ളാഹിയെ കുറിച്ച്, റമദാനിൽ നബിയെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, ജനങ്ങളിൽ അങ്ങേയറ്റം ഉദാരനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ ഏറ്റവും സമ്പന്നരാരാണ് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി പേര് നമ്മൾ കേൾക്കൂല. അള്ളാഹുവിന്റെ റസൂൽ സമ്പന്നനായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 മാസക്കാലം അസ്വദൈൻ എന്നാണ് ഹദീസിലെ പ്രയോഗം, കാരക്കയും പച്ചവെള്ളവും മാത്രം കഴിച്ചാണ് അള്ളാഹു റസൂൽ ജീവിച്ചത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔദാര്യവാനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ എത്രയാണോ കൊടുക്കാൻ സാധിക്കുക, തന്റെ സമ്പത്തിന്റെ ഉള്ളിൽ നിന്ന് അങ്ങേയറ്റം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ പ്രവാചകൻ സദഖ നൽകിയിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ നമുക്കൊരു അവസരം ലഭിച്ചിരിക്കണം. റമദാൻ കഴിഞ്ഞ റമദാനിനെ സ്വീകരിച്ച കുറേ ആളുകൾ ഇന്ന് ഖബറിലാണ്. അവർക്കൊന്നും കിട്ടാത്തൊരവസരം അല്ലാഹു നമുക്ക് നൽകി. നോമ്പ് നോൽക്കണം, രാത്രി നമസ്കരിക്കണം, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതരാണ് എങ്കിൽ, സമ്പത്തുണ്ട് എങ്കിൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമ്പത്ത് നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അതാണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് മനസ്സിലാക്കുക. അതിൽ പ്രത്യേകം നിങ്ങൾ പരിഗണിക്കേണ്ടത് നമ്മുടെ പള്ളിയാണ്. നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക്, ഈ പള്ളിയിൽ വരുന്ന എല്ലാ ആളുകളുടെയും ഒരു വിഹിതം ഉണ്ടാകണം. നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ ഈ പള്ളി കൊണ്ടു നടന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം, ഞാനും നിങ്ങളും ഉണ്ടാകണം. നമ്മുടെ ഒരു വിഹിതം ഉണ്ടാകണം, നമ്മുടെ വിയർപ്പിന്റെ ഒരു വിഹിതം ഉണ്ടാകണം. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ പണം കൊടുക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിന് തന്നെ ഒരു വേദന തോന്നുന്ന സംഖ്യ എടുത്താണ്ട് എന്ത് ചെയ്യണം? അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിക്കും. നമ്മുടെ പോക്കറ്റിന് ഒരു വിഷമം തോന്നണം. ആ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ മത്സരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ റമദാനിനെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. നമുക്കറിയില്ല റമദാൻ പൂർത്തീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ലഭിച്ച ഈ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. എവിടെയൊക്കെ ക്ലാസ്സുകളുണ്ടോ, പങ്കെടുക്കാൻ സാധിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുക. ജുമാ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജുമാ നമസ്കാരം ഇത് റമദാനിൽ മാത്രമല്ല, എല്ലാ കാലത്തും ശ്രദ്ധിക്കണം. അപ്പൊ റമദാനിൽ എന്ത് ചെയ്യണം? ഒന്നുകൂടെ നമ്മൾ ഇബാദത്തുകളിൽ മത്സരിക്കേണ്ട, നന്മകൾക്ക് അവസരം കിട്ടുന്ന ഒരു മാസമാണ്, പുണ്യം ലഭിക്കുന്ന മാസമാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ പള്ളിയിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. വരുന്ന ആളുകൾ ആദ്യം മുന്നേ 1ാമത്തെ സ്വഫ് പൂർത്തീകരിച്ച് 2ാമത്തെ സ്വഫ് പൂർത്തീകരിച്ച് അങ്ങനെ ഒരു അടുക്കും ചിട്ടയോടും കൂടെ നമ്മുടെ പള്ളിയിൽ ഇരിക്കണം. പലപ്പോഴും നമ്മുടെ പള്ളിയിൽ മധ്യഭാഗത്ത് കുറച്ച് ഒഴിവ് കാണാറുണ്ട്. അത് ഒഴിവാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നൊരു സ്വപ്പായിരിക്കുന്ന രീതി നമ്മൾ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയിൽ ക്ലാസ്സുകൾ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബ്, ഇന്ന് അസർ നമസ്കാര ശേഷം തൗഹീദ്, ഇസ്ലാമിന്റെ ജീവൻ എന്ന വിഷയത്തിൽ പഠന ക്ലാസ് ഉണ്ട്. നാളെയും മറ്റന്നാളും ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ശനിയും ഞായറും നമ്മുടെ പള്ളിയിൽ ക്ലാസ് ഉണ്ട്, നോമ്പ് തറയുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപക്ഷെ ഉച്ച സമയം മുതൽ അവർ അടുക്കളയിലാണ്. അവർക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ, അവർക്ക് സ്വലാത്ത് ചെല്ലാൻ, അവർക്ക് ഖുർആൻ ഓതാൻ, അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ ഇടപഴകാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. അത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ശനിയും ഞായറും ദിവസം ഈ പള്ളിയുടെ പരിസരത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ എല്ലാ സൗകര്യമുണ്ട്. അവർക്ക് നേരത്തെ അസറിന്റെ ജമാഅത്തിന് പള്ളിയിൽ വരാം. പള്ളിയിൽ വന്നാൽ ക്ലാസ് കേൾക്കുക. ക്ലാസ് കേട്ടാൽ ഖുർആൻ ഓതി കുറച്ച് സമയമൊക്കെ ഇരിക്കുക, പ്രാർത്ഥിച്ചിരിക്കുക. മഗ്രിബിന്റെ സമയമാകുമ്പോൾ ഇവിടെ ഇഫ്താർ ഉണ്ട്, ഇവിടെ നമുക്ക് നോമ്പ് തുറക്കാം. നോമ്പ് തുറന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ്, ഇശാ നമസ്കാരം കഴിഞ്ഞ്, തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു പോകാം. നിങ്ങൾക്കറിയോ, ഈ ശനിയും ഞായറും ദിവസങ്ങളിൽ ഒന്ന് മനസ്സ് വെച്ചാൽ 3 ഹജ്ജ് ചെയ്ത, അല്ല 4 ഹജ്ജ് ചെയ്ത കൂലി ഓരോ ദിവസം വാങ്ങാൻ പറ്റും. ഓരോ ദിവസം വാങ്ങാൻ പറ്റും. അസറിന്റെ ജമാഅത്തിന് വീട്ടിൽ നിന്ന് ഒദു ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നാലേ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്. മഗ്രിബിന് അങ്ങനെ വന്നാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്. ഇശാഇന് വന്നാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്. മനസ്സിലായി? പള്ളിയിൽ ഒരു ക്ലാസ് ഉണ്ട്, ഒരു വിജ്ഞാന സദസ്സുണ്ട്. അതിലേക്ക് വന്നാൽ, ആ സദസ്സിലേക്ക് വന്നാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്. എൻ്റെ വാചകമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഈ അവസരങ്ങളെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് സഹോദരങ്ങൾ, ഭർത്താക്കന്മാര്, അവരുടെ ഭാര്യമാർക്ക് ഈ സാഹചര്യങ്ങൾ, ഇതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കണമെന്ന് കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റമദാൻ അവസാനിക്കുമ്പോൾ നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ ഒരു സമയം പോലും ഒഴിവാക്കാതെ എത്രയൊക്കെ നന്മകൾ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കും
സാധിക്കുമോ ആ നന്മകളെല്ലാം ചെയ്ത് അത് രേഖപ്പെടുത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുടെ അള്ളാഹു അവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളായ അനേകായിരം മനുഷ്യരുടെ അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആശുപത്രികളിൽ അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അള്ളാഹു അവരുടെ വേദനകൾക്ക് ശമനം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين آمين برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين.